ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ന് നമ്മുടെ 2ാം വാർഷിക ദിനമാണല്ലോ. അപ്പം ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ ഇതിലും മികച്ചൊരു അതിഥിയെ പ്രേക്ഷകർക്കായി എത്തിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ ദിവസം നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യം അത് മരണശിക്ഷയിൽ നിന്നും ജീവൻ തിരിച്ചു പിടിച്ച കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തിയതാണല്ലേ. ആ ഉമ്മയുടെ മുഖത്തെ സന്തോഷമാണല്ലേ. അതുകൊണ്ട് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിലെ അതിഥിയും ശ്രീ അബ്ദുൾ റഹീമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ റഹീം, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. ഓ നമസ്കാരം. കുറേ നാളായിട്ട് കാണാൻ വേണ്ടി കാത്തിരുന്നൊരു മുഖത്തെയാണ് ഈ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണും, പക്ഷേ അങ്ങയുടെ ഫോട്ടോ ആകെ ഒരൊറ്റ ഫോട്ടോയെ കണ്ടിരുന്നുള്ളൂ. അപ്പം ആളിനെ കാണാനുള്ളൊരു ആകാംക്ഷയൊക്കെ ഇന്നലെ ഇരട്ടിയായിരുന്നു. ഇപ്പം സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇത്രയും നാളത്തെ ഒരു 2 പതിറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിനൊടുവിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാടിനെ കാണുമ്പോൾ, ആ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ, ആ പച്ചവെള്ളം കുടിക്കുമ്പം, ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരുരുള്ള ചോറ് കഴിക്കുമ്പോഴത്തേക്കും ഏത് സങ്കടവും മാറും, ഏത് മുറിവും ഉണങ്ങും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പ്രഭാതം അങ്ങ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഈ മൊമെന്റിൽ എന്താ തോന്നുന്നത്? വളരെ വളരെ സന്തോഷം. നാടും വീടും കുടുംബവും എല്ലാവരെയും കണ്ടു. ഒരുപാട് സന്തോഷമായി. ഇതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും. ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ജനങ്ങൾക്കും, മീഡിയ, സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങൾക്കും, റിയാദിലെ ഇന്ത്യൻ എംബസി, റിയാദിലെ നിയമസഹായ കമ്മിറ്റി, നാട്ടിലെ നിയമസഹായ കമ്മിറ്റി, എൻ്റെ നാട്ടുകാരും നല്ലവരെ സുഹൃത്തുക്കൾ, ജനങ്ങൾക്കും ഫണ്ട് ശേഖരണത്തിന് എല്ലാം തയ്യാറെടുത്തും എല്ലാം ശരിയാക്കി തന്നു. 1 രൂപ മുതൽ 1 കോടി വരെ തന്ന ബോബി എന്ന ബോബി ചവണ്ണൂരിനും ഹൃദയം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടക്കം മുതൽ കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെ അഷ്റഫ് വെങ്ങാട്ടും റിയാദിലെ എംബസിയും നിരന്തരം പോരാടി. ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ രക്ഷപ്പെടും, എങ്കിലും അതെല്ലാം തകർത്തെറിഞ്ഞ് രക്ഷപ്പെട്ടെത്തി വീട്ടിലെത്തി. കുടുംബമായിട്ട് വളരെ സന്തോഷം. സിദ്ദീഖ് തൂര് നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും ഈ പെരുന്നാളിൽ തന്നെ ഇവിടെ നാട്ടിൽ കൂടാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവിച്ച് കാണും. ഒരു 2 പതിറ്റാണ്ട് ഒരുപാട് വ്യക്തികൾ പേരെടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ആരെങ്കിലും വിട്ടുപോകും. മനസ്സിലായി. എല്ലാം സഹായിച്ച എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കും. ഞാൻ പറഞ്ഞു വരായിരുന്നു, ഒരു 2 പതിറ്റാണ്ടുകൾ 20 വർഷമൊക്കെ ഒരു ജയിലിൽ കഴിയുക എന്ന് വെച്ചാൽ ആ ജീവിതം എന്തായിരിക്കും എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇത്രയും ഒരു സ്നേഹം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ജനങ്ങൾ, അപ്പോൾ അങ്ങേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും അവിടെ കാണാൻ കാത്തിരുന്നു. കാരണം ഇവിടുത്തെ നടക്കുന്ന സംഭവങ്ങളൊന്നും അവിടെ അറിയാൻ വളരെ സാഹചര്യങ്ങൾ. കാരണം വീട്ടിൽ വിളിക്കുമ്പോൾ പുറത്ത് വിളിക്കും 15 മിനിറ്റാണ് ഒരു സ്ഥലം ഇവിടെ ഉള്ളത്. പിന്നെ മൊബൈൽ ഫോണോ ടിവിയോ കാര്യങ്ങളോ ഒന്നും നാട്ടിൽ ഇത്രയും നടന്ന സംഭവമൊന്നും ഇന്നലെ വന്നപ്പോഴാണ് കുറേശ്ശെ ജനങ്ങളെല്ലാവരും ഇത്രയും സഹായിച്ചതും. ഭയങ്കര സ്വീകരണം എയർപോർട്ടിലും വീട്ടിലും എല്ലാം അത്ഭുതമായി. ഇത്രയും ജനങ്ങളുടെ ഒത്തൊരുമ, അതാണ് കേരളത്തിന്റെ സ്നേഹം. ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നത്. അതെ, ജാതിയും മതവും നിറവും ഇല്ലാത്ത ഒരു മലയാളികളുടെ കൂട്ടുകെട്ട് ലോക മലയാളികൾ, കേരളത്തിന് പുറത്തുള്ളവരും എല്ലാവരും ഒത്തൊരുമിച്ച എല്ലാവർക്കും നന്ദിയും. നമ്മൾ ഈ വിഷയം എപ്പോഴും സംസാരിക്കുന്ന ഘട്ടത്തിലും ഇപ്പോൾ നിയമസഹായ സംഘവുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അങ്ങയുടെ മോചനം ഉണ്ടാകുമെന്ന വാർത്തകൾ വരുമ്പോഴും ഒക്കെ ആദ്യം തേടുന്ന പ്രതികരണം ഉമ്മയുടേതായിരുന്നു. പക്ഷെ അന്നൊന്നും ഉമ്മ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഉമ്മ പറയുന്നത് എൻ്റെ മോനിങ് വരട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാമെന്നായിരുന്നു. അങ്ങനെ ഇന്നലെ ഉമ്മ ചിരിക്കുന്ന കണ്ടു. ഇതിനു മുമ്പൊന്നും ഉമ്മ ചിരിച്ച് കണ്ടിട്ടേയില്ല. കരഞ്ഞിട്ടുള്ള ഉമ്മയെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നലെ ചിരിച്ചിരിക്കുന്ന ഉമ്മയെ കണ്ടായിരുന്നു. ഉമ്മയെ കണ്ടപ്പോൾ ആദ്യം എന്താ പറഞ്ഞു? ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ കണ്ടു, അതിനുശേഷം നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു മാത്രം സ്വകാര്യ നിമിഷത്തിൽ ഉമ്മ എന്താ പറഞ്ഞേ മോനോട്? ഒരുപാട് സന്തോഷം. ഇത്രയും പെരുന്നാളിന്റെ, അതായത് ഈ പെരുന്നാൾ ദിവസത്തിൽ കണ്ടതിൽ വളരെ വളരെ സന്തോഷത്തിലാണ് ഉമ്മയും കുടുംബവും എല്ലാവരും. ഈ പെരുന്നാളിൽ എത്തുന്നുള്ളൊരു അവിടെ അവധിയായിരുന്നു. ഈ അവധിയെല്ലാം മറികടന്നിട്ടാണ് ഇവിടെ എത്തിയത്. വളരെ സന്തോഷം.
അല്ല ഇപ്പൊ പോയതിനു ശേഷം പിന്നെ വേറെ ആരെയും കണ്ടിട്ടില്ലല്ലോ, ഇത്രയും വർഷം കണ്ടല്ലേ വരുന്നത്. അപ്പം തിരിച്ചു വന്ന് എല്ലാരെയും കണ്ടപ്പോ എല്ലാരും ഒരുപാടങ്ങ് മാറിപ്പോയി, മുഖമൊക്കെ അങ്ങ് മാറി, പിള്ളേരൊക്കെ അങ്ങ് വലുതായി, അങ്ങനെയൊക്കെ തോന്നിയോ? ഒരുപാട് അല്ല ഒരുപാട് മാറിയിട്ടുണ്ട്. പുതിയ പുതിയ പിള്ളേരുകളെല്ലാം 18-20 വയസ്സായ പിള്ളേരെ പുതിയ പഴയ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നാടും എല്ലാം മാറി, എല്ലാത്തിലൊരു മാറ്റം. ശ്രീ റഹീം, ഇപ്പം ശരിക്കും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകും എന്ന് ജയിലിൽ കഴിയുന്നവയെ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകും, താൻ നാട്ടിലേക്ക് പോകുമെന്നൊക്കെ? വളരെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ആയിരുന്നു. ഈ അവസാന നിമിഷത്തിലാണ് പിന്നെ പ്രതീക്ഷയിലേക്ക് വഴി വന്നത്. അവരെ ഈ മാപ്പ് നൽകാം പണം തന്നാൽ എന്ന് പറഞ്ഞതിന് ശേഷം, ഈ പണം സ്വരൂപിച്ച് റെഡി ആയതിനു ശേഷമാണ് പ്രതീക്ഷയിലേക്ക് വന്നത്. അതിനു മുമ്പ് പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ട ഒരു, എന്താ പറയാ, ഒന്നും പറയുന്നില്ല ആ കാര്യങ്ങളൊന്നും. ഏതായാലും ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പഴയതെല്ലാം മറക്കാം, കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പം അന്ന് സംഭവിച്ച കാര്യങ്ങൾ പിന്നീട് ഈ സൗദി ബാലന്റെ കുടുംബം അങ്ങേ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നോ? അവരെ ആ സംഭവം ബോധ്യപ്പെടുത്താൻ അങ്ങ് ശ്രമിച്ചിരുന്നില്ലേ? അത് വക്കീൽ, ഇന്ത്യൻ എംബസിയുടെയും നിയമസഹായ കമ്മിറ്റിയും വക്കീലന്മാരും എല്ലാം നിരന്തരം ബന്ധപ്പെട്ടും കാര്യങ്ങളും അവരാണ് പുറത്ത്. കാരണം എനിക്ക് അവരെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരുന്നു. ഇത്രയും വർഷങ്ങൾ അവരാണ്, നിയമസഹായ കമ്മിറ്റിയും ഇന്ത്യൻ എംബസിയുമാണ് അവരെ ബന്ധപ്പെട്ടതും അവരുമായി കേസ് ഫയൽ ചെയ്തും കേസുമായി മുന്നോട്ട് പോയതും പിന്നെ അവസാന നിമിഷം ഒത്തുതീർപ്പിന് തയ്യാറായതും പണം സ്വരൂപിക്കാൻ, പണം തയ്യാറാക്കാമെന്ന് പറഞ്ഞതെല്ലാം വക്കീലന്മാരും പിന്നെ നിയമസഹായ കമ്മിറ്റിയും ഇന്ത്യൻ എംബസിയോടും. മലയാളിയായ യൂസുഫ് കാക്കഞ്ചേരി ഉണ്ടായിരുന്നു. ഇത്രയും വർഷം ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആണ്. പക്ഷേ അദ്ദേഹം മകനാണ് സവാദ് കുന്നുമ്മൽ. ബാക്കി സഹായങ്ങളെല്ലാം ചെയ്തെന്ന് എംബസിയുമായി ബന്ധപ്പെട്ട എംബസിയിലെ എല്ലാവിധ ഉദ്യോഗസ്ഥന്മാർക്കും നന്ദിയും കടപ്പാട് അറിയുന്നു. ഈ ജയിലില് വേറെ മലയാളികളൊക്കെ ഉണ്ടോ? ഞാൻ നിന്ന സെല്ലിൽ ഇപ്പോൾ ഒരു പത്തനംതിട്ട സ്വദേശിയുണ്ട്. അതിപ്പോൾ ഒരു വർഷം മുമ്പ്, 4 വർഷമായി അവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് അവരെ കേസിൻ്റെ ഒരു ജഡ്ജ്മെന്റ് വന്നത്. വധശിക്ഷ ഇല്ല, അവർക്ക് 2 ലക്ഷം റിയാലാണ് ബ്ലഡ് മണി ചോദിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അവരെ വക്കീലുണ്ട്, കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. അവരെ കുടുംബമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അതിനുള്ള വേണ്ട സഹായങ്ങൾ എന്താ ചെയ്യാൻ പറ്റും നോക്കണം. ഓക്കെ, സർക്കാർ തലത്തിൽ അങ്ങേ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? ഇന്നലെ വീട്ടിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നോ? സർക്കാർ തലത്തിൽ ഒരുപാട് മന്ത്രിമാരും MLA മാരും ആരെല്ലാം വന്നത്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്നലെ. എല്ലാവരും ആശംസകൾ അറിയിച്ചും സ്നേഹം പ്രകടിച്ചും. ശരി, അപ്പം ശ്രീ റഹീം, ഇനിയിപ്പം അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം എന്താണ് അടുത്ത ഒരു പ്ലാൻ? എന്താണ്? നമുക്ക് ജീവിതം തിരികെ പിടിക്കണം. 20 വർഷം പോയി, ഇനി പക്ഷേ ജീവിതം തിരികെ പിടിക്കണം. ഉമ്മയുണ്ട്, അപ്പൊ ഇനിയിപ്പോൾ എന്താ പ്ലാൻ? അത് കുടുംബമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും എല്ലാം ഒന്ന് ഇരുന്ന് ആലോചിച്ചു. നാടും വീടും ഒന്ന് കാണട്ടെ. ശരിക്കും എല്ലാം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഒന്നും തീരുമാനിക്കാനുള്ളൊരു പക്വതയിലല്ല. ഒന്ന് ഫ്രീ ആവട്ടെ. അതെ അതെ, ശ്രീ റഹീം, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങക്ക് ഇന്ന് നല്ലൊരു ദിവസവും ഇനി ഉള്ള വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ അങ്ങയുടേതായി തീരട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നിപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ 2ാമത്തെ വാർഷികമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡേയിൽ തന്നെ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. വളരെ താങ്ക്സ്. ശരി, ഉമ്മയെ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.